ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ അടിച്ചു പൊളിച്ച് നേരെ വീട്ടിലോട്ട് എത്തി. പെരുന്നാളൊക്കെ അല്ലേ, പെരുന്നാളിന്റെ മുന്നോടിയായിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വ്ളോഗിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. ഇവിടെ ഇച്ചിരി ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇവിടെ കറണ്ട് പോകും കേട്ടോ. കറണ്ട് വരാൻ കാത്ത് കാത്ത് ഞാൻ ഇരുന്നപ്പോൾ വൈകുന്നേരമായി. കുറച്ച് വീടൊക്കെ ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇത്രയും നേരം ക്ലീനിങ്ങിലായിരുന്നു. കറണ്ട് പോയതൊന്നും ഞാൻ വകവച്ചിട്ടുണ്ടായിരുന്നില്ല. ഉരുകി ഉരുകി ഞാൻ അങ്ങ് ഇല്ലാണ്ടായി പോയി കേസ്. എന്നിട്ട് ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി താഴോട്ട് ഇറങ്ങുകയാണ്. അമ്മ ഇവിടെ എന്തൊക്കെയോ കുക്കിംഗ് പരിപാടിയിലാണ് ഉള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ ക്ലീൻ ആക്കുമ്പോൾ ഉമ്മ ഇവിടെ എന്തല്ലോ പരിപാടിയിലായിരുന്നു. മമ്മി അതെ ഗൈസ്, ഉമ്മ പെരുന്നാൾ പ്രമാണിച്ച് സ്പെഷ്യലായിട്ടൊരു ഐറ്റം ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പെരുന്നാളിലും ഇതേ ഐറ്റം തന്നെ, പക്ഷെ വേറെ മാവിലാണ് ഉണ്ടാക്കിയത്. ഇപ്രാവശ്യം ഉമ്മ കറക്റ്റ് മാവില് ഇവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇലയുടെയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ കുറച്ച് എടുത്തോട്ടെ അമ്മ. മധുരോ ഉണ്ടോ? പക്ഷെ ഈ മാവിന് കട്ടി കുറച്ചല്ലേ ഉണ്ടാക്കുന്നേ. കുഴപ്പമില്ല ഉണ്ട്. ഓൾറെഡി കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൈമാറ്റുമ്പോ വേറെ എന്തുമ്മ ഉണ്ടാക്കുന്നേ? ആദ്യം തിന്നിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല. ഉമ്മ ഇന്ന് നോമ്പായുണ്ട്. ഉമ്മ രാവിലെ മാത്രമേ ഫുഡ് ഉണ്ടാക്കിയുള്ളൂ. ഉച്ചയ്ക്കൊന്നും ഫുഡ് ഉണ്ടാക്കിയില്ല. ഞമ്മള് പട്ടിണി. എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. നല്ല മഴയാണ് ഇവിടെ. ഇത്ര നേരം മഴ ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ ഒന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ളോഗ് എടുത്ത് നോക്കിയായിരുന്നേ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കഴിഞ്ഞ പെരുന്നാളിന് ബക്രീദിന് ഞാൻ UAE-യിലായിരുന്നു. നോമ്പ് പെരുന്നാളിനാണ് നാട്ടിലുണ്ടായിരുന്നത്. ഇല്ല, ഞാൻ അവിടെ ആയിരുന്നു. അല്ല, ഞാൻ വെറുതെ വ്ളോഗ് ചെക്ക് ചെയ്തപ്പോ ഞാൻ അവിടെയാണെന്ന് മനസ്സിലായി. 2 വർഷത്തിന് ശേഷമാണ് നാട്ടില് ബക്രീദ് കൂടുന്നത്. അപ്പൊ ഞാനിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ളോഗ് എടുത്ത് വീട്ടിലിങ്ങനെ പെരുന്നാൾ കൂടാനുള്ള തലേദിവസത്തെ വ്ളോഗ് നോക്കിയപ്പോ നമ്മളിവിടെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ തറ വലുതായി. കഴിഞ്ഞ പ്രാവശ്യം ചെറുതായിരുന്നു. 1 വർഷം കൊണ്ട്, അതെ, നോമ്പ് പെരുന്നാളിന്റെ ആ ഒരു ദിവസം ഞാൻ വ്ളോഗ് എടുക്കുമ്പം ഇതൊക്കെ ചോട്ടായിരുന്നു. ബട്ട് ഇപ്പോ നല്ല വലുതായി. നോക്കിയൊക്കെ എത്രത്തോളം വലുതായിരുന്നു. പിന്നെ ഇതില് മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ മാങ്ങ പറിച്ചോ? ഉമ്മന് മാങ്ങ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ചെറിയ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ മരമായിരുന്നു, 1 വർഷം കൊണ്ട് മാങ്ങ പിടിച്ചു വന്നേ. ഇത് 3 കൊല്ലത്തിൽ മാങ്ങ കായ്ക്കുന്നേ. ചെലന്തി അതിനിടയിൽ വല കൂട്ടി. ഞാൻ ഇന്നലെയും കൂടെ ഇവിടെ വന്നിട്ട് മാങ്ങ ഇതൊക്കെ നോക്കിപ്പോയ പഠിച്ചോനെ, ഞാൻ അതിൽ പോയി ഒട്ടിയിരിക്കുവായിരുന്നു. സീരിയസ്ലി, ആ ഒരു ചെലന്തി വലയിൽ ഞാൻ ഒട്ടിയിരിക്കുവായിരുന്നു. കാണുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂട്, പക്ഷെ കാണുന്നില്ല അല്ലേ. കാണുന്നില്ല. ഞാൻ അവിടെ ഒട്ടിയിരിക്കും. എനിക്ക് പോകാൻ പറ്റണ്ടായിരുന്നില്ല, സ്റ്റക്കായി പോയി. മാങ്ങ കാണിച്ചു തരാം. അവിടെ ഒരു മാങ്ങ ഇപ്പൊ ഞാൻ കണ്ടല്ലോ എന്റെ പൊന്നെ. ഇപ്പൊ ഓക്കെ, ഒളിച്ചെടുക്ക കൊച്ചു കള. ഇതുണ്ടോ മാങ്ങ? വേറെ മാങ്ങ 2-3 എണ്ണം ഉണ്ടായിരുന്നേ. അതില് ഒരെണ്ണം എവിടെയാന്ന് അറിയത്തില്ല. നമ്മളൊരു ദിവസം കുടുംബ വീട്ടിൽ പോയ സമയത്ത് ആ ഒരു മാങ്ങ ഇവിടെ നിന്ന് മിസ്സായി പോയി. ഇനി ആരെങ്കിലും പറിച്ചതാണോ പൊട്ടിയിട്ട് നിലത്ത് വീണതാണോ ഒന്നും അറിയത്തില്ല. പിന്നെ രണ്ടാമത്തെ മാങ്ങ എങ്ങാണ്ട് ഉമ്മ ഇന്നലെ എടുത്തിട്ട് അരിന്റെ അകത്ത് വെച്ചു പഴുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു ഈ മരം. പിന്നെ ഇവിടെ നമുക്കൊരു പനിനീർ റോസ മരം ഉണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡെയിലി ഒരു 10 പൂവെങ്കിലും ഇതിൽ പിടിക്കും ഡെയിലി. ഇന്നലെ ഉമ്മ ഇത് മുഴുവനും പറിച്ചെടുത്തോണ്ട് പോയതാണ് ഇന്നലെ ഉച്ചയായപ്പോഴത്തേക്കും. ബട്ട് ഇന്നായപ്പോ നോക്കിക്കേ, ഇഷ്ടംപോലെ. ഈ ഒരു പൂ മാത്രമേ ഇന്നലെ ചെറുതായിട്ട് വിരിഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇത്രയും പൂവ് പിന്നെ വിരിഞ്ഞതാ. അമ്മക്ക് ഇവിടെ മെയിൻ പരിപാടി എന്ന് പറയുമ്പം ഈ ഡെയിലി വന്നിട്ട് ഈ പൂ പറിക്കലാന്ന്. പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളോ, നമുക്ക് വേറെ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല. നമ്മുടെ ഹോം ടൂറിന്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ കാണിക്കാം. അപ്പോഴത്തേക്ക് ആകുമ്പോൾ പാകമായിരിക്കാം, അറിയില്ല. ഞാൻ എന്തിനാ പുറത്തു നിൽക്കണമെന്ന് അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പുറത്തിരിക്കുമ്പോൾ ആരും എന്തോ കൊണ്ടുവന്ന് തിന്നാനൊക്കെ തന്നിരുന്നത്. ഇപ്രാവശ്യം ആരും ഒന്നും കൊണ്ട് തരുന്നില്ല. ഞാൻ അകത്ത് പോട്ടെ. ഇത് കണ്ടോ, ഇതാണ് ഇന്നലെ ഉമ്മ അവിടെ നിന്ന് പറിച്ചത്. റോസക്കമ്പ് എന്നല്ല, ചെടിന്ന്. ഇത് ഇന്നലെ മാത്രം എടുത്തല്ലേ അമ്മ ഇതിലിരിക്കുന്നത്? നിങ്ങൾ ഞാൻ കള്ളം പറയുന്നു.
ഇത് ഇന്നലെ മാത്രം നമ്മൾ ആ മരത്തുനിന്ന് സോറി ചെടിയിൽ ഇത് മെനിഞ്ഞാന്ന് എടുത്തതാ. ഇന്നത്തെ നമ്മൾ എടുത്തിട്ടില്ല, നാളെ നമ്മൾ എടുക്കുള്ളൂ പെരുന്നാൾ ദിവസം. ഇത് ഞാൻ ഇതിൽ തട്ടട്ടെ. മൈ ഗോഡ്, മാഷാഅല്ലാ മാഷാഅല്ലാ. ഇതുണ്ടോ, ഇഷ്ടം പോലെ റോസ്. സോ സ്റ്റിൽ ഉമ്മയുടെ വർക്ക് പ്രോസസ്സിങ്ങിലാണ്. ഇത് പെട്ടെന്നൊന്ന് ഒരെണ്ണമെങ്കിലും ഒന്ന് വേവിച്ച് തന്നിരുന്നെങ്കിൽ എനിക്ക് തിന്നിട്ട് ടേസ്റ്റ് നോക്കാമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. എനിക്കൊരു 3-4 പെരുന്നാൾ ഡ്രസ്സ് ഉണ്ട്. ഒന്ന് വന്നപ്പോഴത്തേക്കും എനിക്ക് അവിടെ നിന്നൊരു ഫ്രണ്ട് വാങ്ങിച്ചിട്ടുണ്ടാണേ. പിന്നെ ഒരെണ്ണം എനിക്ക് ഇന്നലെ പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കുറച്ച് വലുതാണ്, ബട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരെണ്ണം എനിക്ക് വരാനുണ്ട്. അത് ഇന്ന് ഞാൻ പോസ്റ്റ് ഓഫീസിൽ ആങ്ങളേനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് വന്നില്ല. അത് വന്നിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നാളെ അതേ ഇടത്തുള്ളായിരുന്നുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. ഞാൻ ഓർഡർ കൊടുത്തതല്ല, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് അയച്ചു തന്നിരുന്നു ഏത് കളർ വേണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ നല്ല ഇഷ്ടപ്പെട്ടൊരു കളറ് ഞാൻ സെലക്ട് ചെയ്ത് അയച്ചിരുന്ന. പക്ഷെ നമുക്ക് യോഗമില്ല ഗൈസ്, യോഗമില്ല. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് ഓരോന്നിട്ട് കാണിക്കാം. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രസ്സ്. ഇതൊരു പിങ്ക്, ബേബി പിങ്ക് കളറാണ്. ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു കളർ ട്രൈ ചെയ്തിട്ടില്ല. സോ ഇത് ഫുൾ ഫ്ലെയർ വരുന്ന ഒരു അനാർക്കലി ഗൗൺ. അനാർക്കലി എന്ന് പറയണോ ഗൗൺ എന്ന് പറയണോ എനിക്ക് അറിയാൻ പാടില്ല. ഇത് വന്നിട്ട് സ്ലീവ്ലെസ് ആണ്. ഇതിൻ്റെ മേലെ കൂടെ ഒരു ഓവർകോട്ട്, പിന്നെ ഈ വെറും ഓവർകോട്ട് അല്ല, ഇവിടെ ഇങ്ങനെ ടൈ ചെയ്യാൻ വേണ്ടി പറ്റും. ടൈ അല്ല, ഹൂക്കാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഈ കുഞ്ചിറും ഈ തൂങ്ങിടുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീൻസ് ഇതല്ല, എന്തും ഇങ്ങനെ കയ്യിൽ ബ്രേസ്ലെറ്റ് ആയിക്കോട്ടെ, ഇങ്ങനെ മാലയിലൊക്കെ ഇങ്ങനെ കുണുകൂടാ കിടക്കുന്നത്, അതൊരു ഡ്രസ്സിലൊക്കെ ഇങ്ങനെ കിടക്കുന്നത്, ഇതുണ്ടോ കയ്യിലൊക്കെ ഉണ്ട്. കയ്യിലും ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ എവിടെ ഇല്ല. ഇത് സെപ്പറേറ്റ് ആണ്, ഐ മീൻ അറ്റാച്ച്ഡ് അല്ല, സെപ്പറേറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഷോള് പ്ലെയിൻ സെയിം, പിന്നെ ഒരു പാൻറ്, കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു പെയിൻറ്റും ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UAE നിന്ന് എനിക്കൊരു ഫ്രണ്ട് വാങ്ങിച്ചു തന്നെയാണ്. എനിക്ക് എല്ലാ പ്രാവശ്യം ഡ്രസ്സ് എടുത്ത് തരാറുള്ള ഒരാൾ തന്നെയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. പിന്നെ ഈ കളറ് ഞാൻ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഈ കളറിൻ്റെ പേരും അറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് ആ കളറിൻ്റെ പേരൊന്ന്, ഐ മീൻ ഈ കളറിൻ്റെ പേരൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇതൊരു 3 പീസാണ്, ഒരു 12B സ്റ്റൈലാണ് കേട്ടോ ഇത്. കൈ വന്നിട്ടതാ, എൻ്റെ സ്ലീവൊക്കെ നോക്കിക്കേ, നല്ല രസമുണ്ടല്ലേ. ഈ കളർ എനിക്ക് ഇട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഞാൻ നാട്ടിലോട്ട് വന്നിട്ട് ഏകദേശം ഒരു 2 വീക്സ് ആവാനായി. എനിക്ക് ഇത് കയറുമെന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാനിപ്പം ഇട്ട് കാണിക്കാത്ത. കാരണം ആ ഡ്രസ്സ് ഇപ്പം ഞാൻ മുന്നേ കാണിച്ചെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വലുതാണ്. ഈ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ കറക്റ്റാണ്. ഇപ്പം തടി കൂടിയോ കുറഞ്ഞോ ഒന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇട്ട് നോക്കുന്നില്ല. പിന്നെ നന്നായിട്ട് വേർത്തിട്ടുണ്ട്. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്നൊന്നും അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പാൻറ് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു പാൻറ്റാണ്. അതിൻ്റെ കാലിൻ്റെ സൈഡിലും ഇങ്ങനെ ഒരു വർക്കൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഈ ഒരു കളറിൽ ബ്ലാക്ക്, ഇത് ബ്ലാക്ക് അല്ല, ഈ കളർ ഏതാ, ഈ കളറും ഏതാ, ആഷാഡോ. എൻ്റെ കൈ ഇരിക്കുന്ന അതേ കളർ തന്നെയുണ്ട് എനിക്ക് ഫോണിലൂടെയും കാണുന്നത്, ഡിഫറൻസ് ഒന്നുമില്ല, സെയിം ഇത് തന്നെയാണ് ഫോണിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ട് കളർ ഏതാണെന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഇവിടെ ഷാൾ, ഈ ഷാൾ ഇട്ടാണെന്നൊന്നും ചിലപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് എടുത്തെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ വർക്ക് കണ്ടോ, നല്ലൊരു വർക്കല്ലേ, ബോർഡർ ചെയ്തിരിക്കുന്നത് കൊള്ളാം. ഇതും എനിക്കിഷ്ടമായിട്ടാണ് ഈ ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തത്, ബട്ട് എടുത്ത് തന്നത് വേറൊരാളാണ്. അപ്പം ഇത് രണ്ടുമാണ് എൻ്റെ ഡ്രസ്സ്. പിന്നെ മൂന്നാമത്തെ ഡ്രസ്സ് ഇതുവരെ വന്നിട്ടില്ല, വരുമായിരിക്കാം. എനിക്കിപ്പോൾ അത് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല, കാരണം ആ ഡ്രസ്സ് എനിക്ക് എന്താ പറയുക, പെരുന്നാളിടണമെന്നില്ല. എനിക്ക് പെരുന്നാളിന് ഇത് രണ്ടിലേതെങ്കിലും, പക്ഷെ ഞാൻ പിങ്ക് ഇടുമെന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. കാരണം ഇനി ഞാൻ തയ്ച്ചിട്ട് വേണം അത് ഇടാൻ വേണ്ടിയിട്ട്, കാരണം അത് ഭയങ്കര ലൂസാണ്, എൻ്റെ സൈസിനെക്കാളും വലുതാണ്. അപ്പം അത് എൻ്റെ മടി എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം. ഞാൻ ഭയങ്കര മടിച്ചാണ്. ഇപ്പം തന്നെ ഞാൻ വീടൊക്കെ ക്ലീൻ ആക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ പകുതി ചത്തിട്ടാണുള്ളത്. അറിയില്ല, ഇനി മടക്കി വെക്കാൻ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യ, ഭയങ്കര മടിയാ. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നത് കൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് കട്ടായി പോയത്. ഞാൻ പിന്നെ താഴെ വന്നു. എൻ്റെ മെഹന്തിയുടെ സ്റ്റെൻസിൽ ഉമ്മ എവിടെയോ കൊണ്ടുവച്ചു. ഞാൻ ഇന്ന് എങ്ങനെ മെഹന്തി ഇടും എനിക്ക് അറിഞ്ഞൂടെ. ചിലപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുറത്തുനിന്ന് കഴിക്കുമ്പോഴത്തേക്കൊരു സുഖം കിട്ടാറില്ല, ഇതിലെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ.
വിശന്നിട്ടാണെന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റ്. കറക്റ്റ്, എല്ലാം കറക്റ്റ്. മധുരം എല്ലാം നല്ല ജ്യൂസി ആയിട്ടുണ്ട് അകത്തോണ്ട്, കഴിക്കാൻ നല്ല സുഖമുണ്ട്. ഉണങ്ങിയിട്ടൊന്നും ഇരിക്കുന്നില്ല. ഇപ്പൊ രാത്രി ഫുഡില്ലേ? എനിക്കുണ്ട്. ഉമ്മ കൊണ്ടുവന്നോ? ഞങ്ങളൊക്കെ നിങ്ങളൊരു തള്ളേ ഞങ്ങൾക്കൊന്നും ഫുഡില്ല, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ട്. ഉമ്മ എന്താ കഴിക്കുന്നത്? ഒന്നും പുറത്തു പോകുന്നുണ്ടാവും. എനിക്ക് വേണ്ട. പുറത്തുനിന്ന് അതിനെന്നെ നീ പാസ്സാക്കി തിട്ടം. ഇല്ല, ഇയാൾ പിന്നെ ഒന്നും ഉണ്ടാകാത്ത ഒരു പെരുന്നാളിന്റെ രാത്രി ഒരു സ്പെഷ്യലും ഇല്ലാത്തൊരു വീടുണ്ടെങ്കിൽ നമ്മളെ വീട് ഉണ്ടാവുള്ളു. ഒരു നോമ്പ് പിടിച്ചെന്നും പറഞ്ഞിട്ട് ഇറച്ചി ഒരു ഞാൻ ഇറച്ചിന്റെ മണം പോലും ഇല്ല. കയ്യെ ഞാൻ വെട്ടിയെടുക്കട്ടെ എന്റെ കയ്യിൽ, എന്നിട്ട് കറി വെക്കട്ടെ. വാങ്ങിക്കണം. ഞാൻ പോട്ടോ. ഞാനാ മോന്റെ അടുത്ത് പറയണം വാങ്ങിക്കാന്. അതുകൊണ്ടാ ഇതൊക്കെ കഴിച്ചപ്പോ നല്ല ടേസ്റ്റ് തോന്നുന്നത്. കാരണം രാവിലെ ഉച്ചയായി 12 മണിക്ക് ഞാൻ എണീറ്റ് ഒരു പൊറോട്ട കഴിച്ച്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. ഫുള്ള് ക്ലീനിങ്ങിന്റെ പരിപാടിയായിരുന്നു. നന്നായിട്ട് വിശക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നേ കഴിച്ചോളൂ, രാത്രി എന്തെങ്കിലും കഴിക്കാം. ഫുഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഉമ്മാക്ക് പെരുന്നാളിന് ഇടാൻ വേണ്ടി ഡ്രസ്സൊന്നും ഇല്ലാന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. ഇതിന് മുന്നേ ഞാൻ പെരുന്നാളിന് ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാനത് വിട്ടുപോയി. ഞാൻ വന്നപ്പോ ഉമ്മാക്ക് 1-2 നൈറ്റ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു. അതിലൊന്നാണ് ഞാൻ പൊക്കിയത്. സാധാരണ നമ്മളെ നാട്ടിലെ ഒരു പെരുന്നാളിന് വീട്ടിൽ നിൽക്കുന്നോണ്ട് നൈറ്റിയാണ് യൂസ് ആക്കുന്നത്. അപ്പൊ ഉമ്മയുടെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉമ്മക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ വന്നതാണ്. നൈറ്റ് ഒന്നും അല്ല, ഒരു സാരി എടുത്തു കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ്. എനിക്ക് ഡ്രസ്സൊക്കെ നിങ്ങൾ കണ്ടല്ലോ, എന്റെ ഡ്രസ്സ് നമ്മൾ ഷോപ്പിംഗ് വന്നതാണ് ഗൈസ്. നമ്മളെ വീടിന്റെ അടുത്തുള്ള ഏറ്റവും നല്ലൊരു ഷോപ്പാണ്. ഇവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നേരെ ഇങ്ങോട്ടൊക്കെ പോകുന്നു. ഉമ്മക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഉമ്മ ഒരു സാരി എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ സാരീന്റെ വേറെ കളർ ഉണ്ടോ, വേറെ കളർ എടുക്കുമ്പോഴത്തേക്കും ഈ കളറിന്റെ വേറെ മെറ്റീരിയൽ ഉണ്ടോ, വേറെ ഡിസൈൻ ഉണ്ടോ, ആ സെറ്റപ്പാണ് ഉമ്മയുടെ. അത് വേണ്ട കേട്ടാ. കാണിച്ചു എടുത്തു കഴിഞ്ഞാൽ നോക്കിട്ട് അത് കളർ കൊള്ളാം. എത്ര നല്ലൊരു സാരിയാ എടുക്കാൻ പറഞ്ഞ ഉമ്മക്കത് ഇഷ്ടായില്ല. ആ ഉമ്മ നല്ലല്ലേ അമ്മ, അടിപൊളിയാണ്, നല്ലുണ്ട്. അത് തന്നെ കൊള്ളാം. ഒന്ന് എടുത്ത് നോക്ക്. വെളുത്തോർ കൊടുക്കുമ്പോ നന്നായിട്ട് ഓഫ്, ഉമ്മ പോലെ തന്നെയല്ലേ ഇരിക്കുന്നേ. സ്വന്തമായിട്ട് പറയുന്നു നോക്ക് കറുത്തിരിക്കുന്നു. അല്ല, അത് നല്ല രസമുണ്ട്. ഒന്ന് വെച്ച് നോക്കുമ്മ, ഒന്ന് വെച്ച് നോക്ക്, നോക്കട്ടെ. നല്ലുണ്ട്. ശരാട്ടോ എടുത്ത എടുത്തോ. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ഷോപ്പിംഗ് അവസാനിച്ചു. 2 സാരി, 2 ഷർട്ട്, 2 പാന്റ്, പിന്നെ ഞാൻ 2 ക്ലിപ്പ് വാങ്ങിച്ചു തലയിൽ വെക്കാനുള്ള. ദെൻ പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ബട്ട് ഉമ്മയും ആങ്ങളെ എന്നെ പൂ വാങ്ങിക്കാൻ കൊണ്ടുപോയില്ല. അപ്പൊ അവരിവിടെ വാങ്ങിച്ചോണ്ടിരിക്കുന്ന സീന് ഞാൻ കാണിച്ചു തരാം. എന്നെ കണ്ടു കഴിഞ്ഞാൽ പൂവിന് അവര് കൂടുതൽ പൈസ ചോദിക്കുന്നാണ് പറയുന്നത്. എനിക്കറിയാൻ പാടില്ല, അതിന് മാത്രമുള്ള കോലമൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ ചോദിക്കണ പൈസ കൊടുക്കും. ഞാൻ ബാർഗെയിൻ ചെയ്യണമെന്ന് അധികപക്ഷം എവിടെ നിൽക്കാറില്ല. ഞാൻ ആകെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തല്ലുവിടുന്നത് ഓട്ടക്കാരുടെ അടുത്താണ്. അതുകൊണ്ട് മാത്രമാണ് ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴത്തേക്കും പൈസ പോയാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് 2 കാർ എടുത്തത്. പിന്നെ ഇപ്പൊ ഉമ്മാരെയും ആങ്ങളുടെ ഒക്കെ എടുത്തെന്ന് പറയുമ്പോൾ ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവര് പറയണ പൈസക്ക് വാങ്ങിച്ചോണ്ട് വരും എന്നുള്ള. അതുകൊണ്ടാണ് ഈ പൂവ് അവരൊറ്റയ്ക്ക് എന്നെ കൂട്ടാണ് വാങ്ങിക്കാൻ വേണ്ടി പോയത്. ആത്തിച്ചക്ക എത്ര? 80. 1 കിലോ ഉള്ളോ? ആ, 1 കിലോ 80 രൂപയാ ആത്തിച്ചക്ക. എത്രയോ വർഷങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ഇടക്കാലത്ത് ഞാൻ യുഎയിൽ വെച്ച് കഴിച്ചായിരുന്നു. പക്ഷെ നാട്ടിൽ വെച്ചിട്ട് ഞാനിപ്പം എനിക്കോണ് 10-15 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാ കാണുന്നേ ഈ ഒരു ഫ്രൂട്ട്. ആളാവണം, നാളെ കഴിക്കാനാണ്. ഇപ്പോഴേ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് പഴുത്തിട്ടില്ല. നമ്മള് പെരുന്നാൾ ദിവസമായിട്ട്
ഹോട്ടലിൽ നിന്ന് ഫുഡും വാങ്ങിച്ചതാ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ വീട് എനിക്ക് കാണിച്ചു കേട്ടോ. ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല രസമായിട്ടുണ്ട് കാണാൻ. നൈറ്റ് വ്യൂ വീടിന്റെ ഇതാണ് കേട്ടോ എന്റെ സാമ്രാജ്യം. ഞങ്ങൾ പോയപ്പോഴത്തേക്ക് എല്ലാം ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാ പോയത്. പെരുന്നാളല്ലേ, അപ്പൊ അതുകൊണ്ട് ഇനി ഫുഡ് കഴിക്കണം, മെഹന്തി ഇടണം, ഇനി എന്താ കിടന്നുറങ്ങണം. അത്രേ ഉള്ളൂ. അയ്യോ ഉമ്മ ബാ ഇറങ്ങി, വീട് തുറക്കണമെങ്കിൽ ഉമ്മ വരണം. ഉമ്മയുടെ കയ്യിലാ വീടിന്റെ കീഴുള്ള മെഹന്തി. ഓർഗാനിക് ഇല്ല, അപ്പം ഈ ഒരു സാധനം കിട്ടിയത്. ഇത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ മെഹന്തി ഒക്കെ ഇട്ടത്. ഈ സാധനം ഇട്ട കാലം മറന്നു. നമ്മളെ രാത്രിത്തെ സ്പെഷ്യൽ ഫുഡ് ഇതാണ് ഗൈസ്. ബിരിയാണി, ചോറും പെരി പെരി ചിക്കൻ ആൻഡ് പൊറോട്ട. ചോറും സാമ്പാറും. ചോറാ. ഞാൻ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് മെഹന്തി ഇടാൻ വേണ്ടി നമുക്ക് കയറി. ഇതാണ് നമ്മുടെ അവസാനത്തെ പരിപാടി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റെൻസിലാണ്. ഈ സാധനം നേരത്തെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് മുമ്പാണ് ഞാൻ ഈ വീട് മുഴുവൻ കറക്കിച്ച്. കാരണം ഞാൻ വന്നപ്പോൾ പെട്ടി പൊട്ടിച്ച് എൻ്റെ സാധനങ്ങൾ മാത്രമേ പെട്ടിക്കകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതെങ്ങനെയാണ് ഉമ്മ എടുത്ത് പോയെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. ഈ ഒരു പേപ്പർ സാധനം ഉമ്മ എടുത്ത് എന്തിനു മാറ്റി വെച്ചോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോ നമുക്ക് ഇത് വെക്കാം. ഈ സമയം എനിക്ക് തോന്നുന്നു എല്ലാവരും എല്ലാം ഇട്ട് മെഹന്തി എല്ലാം ഇട്ടിട്ട് 10 ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇപ്പൊ ഇത് ഇളക്കുന്നതേ ഉള്ളൂ. ഒരാളുടെ സഹായം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. ഇത് എങ്ങനെയാ പഠിച്ചോനെ മറന്നുപോയല്ലോ. ഇത് എങ്ങനെയായിരുന്നു മുകളിലത്തെ സാധനം ഇളക്കണോ? എനിക്ക് മറന്നുപോയി ഇതെങ്ങനെയാണെന്ന്. എങ്ങനെ ശരിയാവും പഠിച്ചോനെ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ എൻ്റെ ഫുള്ള് ബോധവും നഷ്ടപ്പെടും. ഇടയ്ക്കേ ഉള്ളൂ, എപ്പോഴും ഇല്ല, വല്ലപ്പോഴും മാത്രം. ഞാൻ ഒരു 10 വട്ടം ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും എനിക്ക് ചില സമയങ്ങളിൽ കംപ്ലീറ്റ് ഞാൻ ബ്ലാക്ക് ഔട്ട് ആവും. എനിക്ക് എല്ലാം മറന്നു പോകും. ഇടക്കാലത്ത് തുടങ്ങിയതായി പ്രശ്നം, എന്താണെന്നറിയില്ല. ഇനി ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് ഒട്ടിക്കാം. ഈ മെഹന്തി എനിക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഇതെന്താവോന്നും അറിയത്തില്ല. ഞാൻ ഓർഗാനിക് ഇടാനാണ് ആഗ്രഹിച്ചത്, ബട്ട് നടന്നില്ല ഗായ്സ്. ഇങ്ങനത്തെ സാധനം ഇപ്പൊ ഉപയോഗിക്കാറില്ല. ഓർഗാനിക് ആണ് കുറച്ചുകൂടി ബെറ്റർ. അതാകുമ്പോൾ ഇങ്ങനെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കഴിയും തോറും നല്ല കളർ വെച്ച് വരും. ഇത് ആരെങ്കിലും നമ്മളെ സഹായിക്കണം, ഇല്ലാണ്ട് ഇത് എനിക്ക് തോന്നില്ല അത് നടപടിയാവുമെന്ന്. പൊട്ടി. ആകെ ഒറ്റൊരെണ്ണം എൻ്റെ കയ്യിലുള്ളൂ, എല്ലാം പൊട്ടി വന്നു ഗൈസ്. ഇത് ഇങ്ങനെ ചെയ്ത് വെട്ടി ഒട്ടിക്കണോ? ഇതിന്റെ അവസ്ഥ നോക്കിക്കേ. ഇതിന് എന്തിനു കൊള്ളാം? അങ്ങുമില്ല ഇങ്ങുമില്ല. ഇത് ഞാൻ എന്തെന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഇത് സെറ്റ് ആവില്ല. ഇതെല്ലാം പോയി, കയ്യിൽ നിന്ന് പോയി. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടേ. ഇപ്പൊ സമയം എത്രയാന്ന് വെച്ച് കഴിഞ്ഞാല് 11:50. ഒരെണ്ണം ഇളക്കിയപ്പോ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ഞാൻ നല്ല വൃത്തിക്കൊക്കെ ഇറക്കൂട്ടോ. എനിക്ക് വൃത്തിക്ക് ഇറക്കുമെന്നു, വൃത്തിക്ക് ഒട്ടിക്കും, അല്ല വൃത്തിക്ക് ഇളക്കും. ആ, വൃത്തിക്ക് ഇളക്കും. എന്റെ കയ്യിന്ന് പോയി. എനിക്ക് നല്ല ഉറക്കം. ഞാൻ എണീറ്റത് വൈകിട്ടാണെങ്കിലും ഇന്ന് ഒരുപാട് പണിയുണ്ടായിരുന്നു. ടയർഡായി. ഇപ്പൊ തന്നെ ഞാൻ താഴ്ന്നു വരുന്നതിന് മുന്നേ എന്റെ ഡ്രസ്സ് എല്ലാം വാഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉമ്മ എന്റെ അടുത്ത് പറഞ്ഞതാ നാളെ രാവിലെ കഴിയാൻ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, ഉമ്മ എനിക്ക് കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങണം. അതുകൊണ്ട് ഞാൻ എന്താക്കി, പോയി ഇത്ര നേരം കഴുകിയിട്ടാണ് ഞാൻ ഇപ്പൊ വന്ന് കയറിയത്. സത്യം പറയണ കഴിഞ്ഞ പെരുന്നാൾ എനിക്ക് ഓർമ്മ വരുന്നു. റബ്ബേ, കഴിഞ്ഞ പെരുന്നാള് ഇങ്ങനെ ഉണ്ടായിരുന്നു. ബോധമില്ലായിരുന്നു എനിക്ക് ആ ദിവസം. ഞാൻ അതിനെ കുറിച്ചൊക്കെ വേറെ വ്ളോഗിൽ പറയാട്ടോ. എന്താ എനിക്കിങ്ങനെ സംഭവിക്കാൻ കാരണം, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എന്താ എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഒക്കെ ഞാൻ വേറൊരു വ്ളോഗിൽ പറയാട്ടോ. എനിക്കത് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തായാലും ഡിസ്കസ് ചെയ്യാൻ തന്നെ വേണം. അത് എനിക്ക് പറയാൻ എനിക്കൊരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് ഇങ്ങനെയൊന്നും അല്ലടാ, അതൊക്കെ കുളമായി. ഓരോന്നും ഇങ്ങനെയൊക്കെയാ ഇളകി വരുന്നത്. ഇതൊക്കെ ഞാൻ എങ്ങനെ കാലോട്ടിക്കാനോ പഠിച്ചോണ്ട്. എന്താണ് ഞാൻ മെഹന്തി ഇടുന്നില്ല. അറിയാൻ പാടില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരും. ഭയങ്കര ദേഷ്യം എന്ന് പറയുമ്പം എനിക്ക് കുറച്ച് സംഭവങ്ങൾ ഉണ്ടായി. ആ സംഭവങ്ങൾ കാരണം എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഗൈസ് ഇപ്പൊ എന്നോട്. ഞാൻ എന്തൊക്കെയല്ലേ വന്നിരുന്ന് പറയുന്നത് പെരുന്നാൾ ദിവസമായിട്ട്. ഞാൻ വിചാരിക്കുന്നു
പണ്ട് ഞാൻ നല്ല സൂപ്പറായിട്ട് മൈലാഞ്ചിയൊക്കെ വെക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം. ഒരു കയ്യിലെങ്കിൽ ഒരു കയ്യില്. അതാണ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. അല്ലാതെ ഞാന് പരിപാടി കാണിച്ച പോലെ ഇരിക്കുവാ. പക്ഷെ ഒരുപാട് സമയം എടുക്കും. അതാ പ്രശ്നം. എനിക്ക് ആകെ അറിയുന്നൊരു ഡിസൈനേ ഉള്ളൂ ട്ടോ. ചുമന്ന മതിയായിരുന്നു. ഞാൻ യുഎയിലാണെന്നുണ്ടെങ്കില് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഞാൻ മെഹന്തി ഇട്ടേനെ. ഇങ്ങനെ കഷ്ടപ്പെടൂലായിരുന്നു. നാട്ടിൽ എവിടെ പോയിട്ട് ഇടാനാ? ഭീമാപ്പള്ളിയിലാണെങ്കില് എനിക്ക് അറിയുന്ന ഒരു മെഹന്തി ആർട്ടിസ്റ്റ് ഉണ്ട്. ഭീമാപള്ളിയിലല്ല, എന്റെ തൊട്ടടുത്തായിട്ട്. ആ പെണ്ണാണെങ്കിൽ ഇട്ട് തന്നേനെ. ഞാൻ നന്നായിട്ടൊക്കെ ഇടും ട്ടോ. പക്ഷെ എനിക്ക് മടിയാന്നു. ഇത് കണ്ടോ? തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ ഭയങ്കര മെഹന്തി ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ മെഹന്തി ട്രൈ ചെയ്യുന്നത്. സ്വന്തം കൈ തന്നെ കേട്ടോ. എൻ്റെ ഒരു ബ്രദറിന്റെ മാരേജ് വന്ന സമയത്ത് ഇതിങ്ങനെ കഥ പറഞ്ഞപ്പോൾ എല്ലാം വളഞ്ഞു വന്നു. ബ്രദറിന്റെ മാരേജ് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 10-15 പേർക്ക് ഞാൻ മെഹന്തി ഇട്ട് കൊടുത്തു. കുട്ടി കുട്ടി ഡിസൈനാണ്. എന്നാലും അത്രയും പേർക്ക് ഞാൻ ഇട്ട് കൊടുത്തു. guys. ഞാൻ എങ്ങനെ എൻ്റെ ഒരു കയ്യില് മെഹന്തി ഇട്ടു. ഇത് കണ്ടോ? ഇത് ഞാൻ ഇട്ടതാ. പക്ഷേ ചരിഞ്ഞുപോയി ഗൈസ് ഒരു സൈഡില്. ഇത് നടുക്കാണ് വരേണ്ടിരുന്നത്. ഞാൻ ഇങ്ങനെ ഇരുന്ന് നോക്കി വരച്ചിട്ടേ ഇങ്ങനെ വരച്ചപ്പോഴത്തേക്ക് എൻ്റെ ഈ സൈഡിലോട്ട് ഇങ്ങോട്ട് നീങ്ങിപ്പോയി. ഇതാണ് എൻ്റെ ഡിസൈൻ. എൻ്റെ ഓൺ ഡിസൈൻ ആണ്. എങ്ങനെയുണ്ട്? ഞാൻ ഭയങ്കര കലാകാരിയൊക്കെയാണ്. പക്ഷെ ഞാൻ അതൊന്നും പുറത്തെടുക്കത്തില്ല. ഈ ഒരു കൈയായി ഈ കയ്യിൽ ഞാൻ എങ്ങനെ വെക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഇതുപോലെ ഈ കയ്യിൽ വെക്കണമെന്നുണ്ട്. വെക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് അതിനുള്ള സമയമില്ല. ഒരു കൈ വെച്ചിട്ട് നാളെ വേറെ ആരെയും കൊണ്ട് അടുത്തെങ്കിലും വെപ്പിക്കാം. ഇനി എനിക്ക് ഞാൻ ഉറക്കം കഴിഞ്ഞിരുന്നു കഴിഞ്ഞാല് നാളത്തെ പരിപാടി ഒന്നും നടക്കത്തില്ല. രാവിലെ എന്തായാലും നേരത്തെ എണീക്കണം. ഞാൻ ഇതോടുകൂടി നിർത്തി. എനിക്ക് ഇത്രയും മതി. ഇനി നാളെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആരെയും കൊണ്ട് വെപ്പിക്കണം. സോ വൈൻഡ് അപ്പ് ഗൈസ്. അപ്പൊ എല്ലാവരുടെ അടുത്തും ഈദ് മുബാറക്. ഈ വീഡിയോ പെരുന്നാളിന്റെ ദിവസമായിരിക്കും നിങ്ങൾ കാണുന്നത്. പെരുന്നാളിന്റെ വിശേഷം നെക്സ്റ്റ് ഡേ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാവരുടെ അടുത്തും ഈദ് മുബാറക് പറയുന്നുണ്ട്. ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ ഇന്നായിരുന്നു പെരുന്നാളായിരുന്നത്. ഞാനത് അറിഞ്ഞിട്ടില്ല. ഞാൻ ഉച്ചയ്ക്ക് എണീറ്റപ്പോഴാണ് അറിയുന്നത് ഇന്നാണ് ഗൾഫിലെ പെരുന്നാൾ എന്നുള്ളത്. നമുക്ക് 28-ാം തീയതിയാണ്. അപ്പം ഇവിടെ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പൊ അത്രയുള്ളൂ ഗൈസ്. എനിക്ക് ഉറക്കത്തിന്റെ കാര്യത്തിലൊന്നും പറയാൻ വേണ്ടി കിട്ടുന്നില്ല. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ടാറ്റാ.